നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള പോറ്റിയിലേക്ക് വന്ന SIT അന്വേഷണം പിന്നീട് മുരാരി ബാബുവിലേക്കും പിന്നീട് സുധീഷ് കുമാറിലേക്ക് പോകുന്നു. സുധീഷ് കുമാർ ഒരുപക്ഷെ വാസുവിൻ്റെ വലങ്കൈയായിരുന്നു. പല കാര്യങ്ങളും വെളിച്ചത്തിപ്പോൾ പറഞ്ഞിരിക്കുകയാണ് സുധീഷ് കുമാർ. വാസു ഇന്നലെ SITയുടെ അന്വേഷണത്തിൽ എടുത്തപ്പോൾ വെള്ളം കുടിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പലതും മാനസിക വിഭ്രാന്തിയിൽ പലതും പറഞ്ഞു, പലതും ഇപ്പോൾ പറയുന്നതല്ല പിന്നീട് പറയുന്നത്. അങ്ങനെ ഒരു വല്ലാത്ത ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വാസുവിലേക്ക് നിൽക്കുന്നത്. ഇനി വാസു പറയുന്ന ചില ആൾക്കാരിലേക്ക് തിരിയുകയാണെങ്കിൽ ഒരുപക്ഷെ മന്ത്രിസഭ തന്നെ പ്രതിസന്ധിയിലാവത്തില്ലേ? 2019 അന്ന് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദം, അന്ന് ആ വിവാദങ്ങളുടെ കേന്ദ്രബിന്ദുവായിരുന്നു N വാസു. അതേ വാസു പിന്നീട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ കോവിഡ് കാലത്ത് രോഗബാധിതനായി വെന്റിലേറ്ററിൽ കഴിയുന്നു. അന്ന് വാസുവിൻ്റെ അസുഖം വലിയ തോതിൽ കേരളത്തിൽ ചർച്ചയായിരുന്നു. യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദവും പിന്നീട് വാസുവിനുണ്ടായ അസുഖവും അന്ന് ചേർത്ത് വായിച്ചിരുന്നു. പിന്നീട് അതേ N വാസു സർക്കാരിൻ്റെ സഹായത്തോടെ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരികയും ഒടുവിൽ അയ്യപ്പൻ തന്നെ വാസുവിനെ പിടികൂടി വീണ്ടും വെന്റിലേറ്ററിൽ ഇടുകയും ചെയ്ത ഒരു കാഴ്ചയാണ് കേരളത്തിന് മുന്നിലുള്ളത്. ഈ വാസുവിലേക്ക് അന്വേഷണ സംഘം എത്തിയ ആ നാൾ വഴികൾ അത് അത്യന്തം നാടകീയമാണ്. നമുക്കറിയാം, തുടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നാണ്. പോറ്റിയിൽ നിന്ന് വാസുദേവനിലേക്ക് എത്തുന്നു. വാസുദേവൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയും ഇടനിലക്കാരനുമായിരുന്നു. പിന്നീട് മുരാരി ബാബു എന്ന ഒരു ജൈൻ കില്ലർ വീഴുന്നു. പെരുന്നയിലെ വലിയ രാജാവായി കഴിഞ്ഞിരുന്ന മുരാരി ബാബു പെരുന്ന NSS പോപ്പ് സുകുമാരൻ നായരുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിരുന്നു. മുരാരി ബാബു വീണതോടെ മുരാരി ബാബുവിൽ കാര്യങ്ങൾ ഒതുങ്ങും എന്നാണ് പൊതുവെ കേരളം കണക്ക് കൂട്ടിയത്. എന്നാൽ SIT അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്ന പല പോലീസ് ഉദ്യോഗസ്ഥരും വളരെ സത്യസന്ധരമാണ്. പ്രത്യേകിച്ച് ശശിധരനെ പോലെയുള്ള ഉദ്യോഗസ്ഥർ. അവിടെ നിന്നാണ് അപ്രതീക്ഷിതമായി മുരാരി ബാബുവിൽ നിന്ന് ഈ അന്വേഷണം വാസുദേവനിലൂടെ സുധീഷ് കുമാറിലെത്തുന്നത്. സുധീഷ് കുമാർ 2019 അന്ന് കമ്മീഷണറായിരുന്ന N വാസുവിൻ്റെ PA ആണ്, പേഴ്സണൽ സെക്രട്ടറിയാണ്. അന്ന് സുധീഷ് കുമാർ അറിയാതെ ശബരിമലയിൽ ഒരു ചെറുവിരൽ അനക്കാൻ ആർക്കും കഴിയില്ല. സുധീഷ് കുമാർ ചലിക്കണമെങ്കിൽ കമ്മീഷണറായ N വാസു നിർദ്ദേശങ്ങൾ, ആജ്ഞകൾ നൽകണം. അത് ശിരസ്സ വഹിക്കുന്ന ഒരു കഥാപാത്രമാണ് സുധീഷ് കുമാർ. അന്നൊരു ആലങ്കാരിക പ്രസിഡന്റ് ശബരിമലയ്ക്കുണ്ടായിരുന്ന പത്മകുമാർ. പക്ഷേ പ്രസിഡന്റിന് മുകളിൽ കമ്മീഷണർ അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ ഓഫീസർ എന്ന നിലയിൽ അതിശക്തമായ സ്വാധീനം ഉറപ്പിച്ചിരുന്ന N വാസു. ശബരിമല യുവതീ പ്രവേശന കാലഘട്ടത്തിൽ അന്ന് പിണറായി സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകിയ ഇതേ N വാസുവിനെ പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കി. അങ്ങനെ വാസുവിൻ്റെ ഒരു വളർച്ച നമ്മൾ കണ്ടു. ഒടുവിൽ വാസു വീഴ്ചയല്ല, പാതാളക്കുഴിയിൽ വീണ് കിടക്കുകയാണ്. ഇവിടെ വാസു ഇനി ഒരിക്കലും തലപൊക്കില്ല എന്ന് കരുതുന്ന ഒട്ടനവധി ആളുകളുണ്ട്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കീ റോൾ എന്ന് നമ്മൾ സംശയിക്കേണ്ടത് ഇതേ N വാസുവിലാണ്. വാസുവിന് പിന്നാലെ പത്മകുമാറും കുടുങ്ങും എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ വാസുവിൽ ഒതുങ്ങുന്നില്ല കാര്യങ്ങൾ. സുധീഷ് കുമാറിൻ്റെ വെളിപ്പെടുത്തൽ കീറുകൃത്യമാണ്. തനിക്ക് മുകളിൽ 4 ഉന്നതരുണ്ട് എന്ന് സുധീഷ് കുമാർ കൃത്യമായി SITക്ക് മുന്നിൽ മൊഴി നൽകിയിരുന്നു. അതിൽ ഏറ്റവും മുതിർന്ന ഒരു തൻ്റെ നേതാവായ N വാസു വീഴുന്നു. പക്ഷെ വാസുവിൽ ഒതുങ്ങുന്നില്ല. പിന്നീട് സംശയിക്കപ്പെടേണ്ട പേരുകൾ പത്മകുമാറിൻ്റേതും അന്നത്തെ ദേവസ്വം മന്ത്രിയുടേതുമൊക്കെയാണ്. പക്ഷേ ആ തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഇവിടെ N വാസുവിനെ ചോദ്യം ചെയ്തതിന് തൊട്ടു പിന്നാലെ ഈ കേസ് അട്ടിമറിക്കാനുള്ള ത്വരിത നീക്കങ്ങൾ പല കേന്ദ്രങ്ങളിലും തുടങ്ങി എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ആ സൂചനകളും നമ്മൾ ഭയക്കേണ്ടത് തന്നെ. ഈ പത്മകുമാറിന് ശേഷം 2019 ഡിസംബർ 12-ാം തീയതിയാണ് N വാസു അധികാരം ഏറ്റെടുക്കുന്നത്. അപ്പോൾ പത്മകുമാർ ആ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട അദ്ദേഹമായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അദ്ദേഹത്തെ മറച്ചുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹവും കൂടി ഉൾപ്പെട്ടോ ആയിരിക്കാം ഒരു പക്ഷേ ഇത് നടന്നത്. അതിന് ചുക്കാൻ പിടിച്ചത് ഒരു പക്ഷേ വാസുവും ഈ പറയുന്ന സുധീഷ് കുമാറും ഒക്കെയാണ്. സുധീഷ് കുമാർ പറയുന്നത് തങ്ങളുടെ മുന്നേ ഒരു 4 പേരുണ്ട്, അവരൊരു പവർ ഗ്രൂപ്പാണ്, അവരറിയാണ്ട് ചെമ്പുപാളി എന്ന് എഴുതിയത് 1, 2, 3 തവണയൊക്കെ അവർ കണ്ടിട്ടാണ് ഇത് പാസ്സാക്കിയത്. പോറ്റി ഉൾപ്പെടുത്തിയതൊക്കെ ഇവർ ചേർന്നുള്ള ഇതാണ്. പക്ഷേ ഈ 5 പേര് അറിഞ്ഞുകൊണ്ടും ചെയ്യുന്നത് നിർത്തത്തില്ല. കാരണം ഒരു പക്ഷേ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെക്കാളും അപ്പുറം, കാരണം ആ ഒരു സന്ദർഭം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ടൈമാണ് അല്ലേ, സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധം. അപ്പോൾ അത് ഒരു മന്ത്രിസഭയിൽ അല്ലെങ്കിൽ മന്ത്രി അറിയേണ്ട, ദേവസ്വം മന്ത്രി അറിയേണ്ട അവിടെ ഒരു ഈച്ച പോലും അനങ്ങില്ല എന്ന് നമ്മൾ നേരത്തെയുള്ള ചർച്ച
ചർച്ചയിലും പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ ഇത് ഒരു 90% ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുകയാണെങ്കിൽ ഇനി നെക്സ്റ്റ് ഒരു ഘട്ടമല്ലേ വളരെ നിർണായകം, അടുത്ത ഒരാളിനെ കണ്ടെത്തുകയാണെങ്കിൽ? അല്ല, ഇവിടെ കേരളം ചർച്ച ചെയ്യുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വലിയ തലമുണ്ട്. ഈ സ്വർണ്ണക്കൊള്ള എന്ന ഒരൊറ്റ വിഷയത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ശബരിമലയിൽ നടന്ന വലിയ തട്ടിപ്പിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഗോവർദ്ധന് ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റത് പോലും 416 ഗ്രാം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 15 ലക്ഷം രൂപ കൈപ്പറ്റി എന്നതിൻ്റെ വിശദാംശങ്ങൾ ഗോവർദ്ധൻ SITക്ക് നൽകി കഴിഞ്ഞു. അപ്പോൾ ചെമ്പുപാളിയാക്കിയ സ്വർണ്ണപ്പാളികളിൽ നിന്ന് ഉരുക്കിയെടുത്ത സ്വർണം വീതം വെച്ചത് എത്രയെന്ന് ഇനി തിട്ടപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതിലെത്രയൊക്കെ ലക്ഷങ്ങൾ, എത്രയൊക്കെ കോടികൾ ആരുടെയൊക്കെ കൈവശം എത്തി എന്നത് ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ള മറ്റു വലിയ തട്ടിപ്പുകളുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. സുധീഷ് കുമാറും N വാസുവും ഒക്കെ അടങ്ങിയ വലിയ കോക്കസ് ശബരിമല കേന്ദ്രമാക്കി വലിയ തട്ടിപ്പുകൾ തുടർന്നിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സൂചനകൾ. എന്തുകൊണ്ട് സുധീഷ് കുമാറിന് ഇത്രയധികം സ്വാധീനം അവിടെ ലഭിച്ചു? സുധീഷ് കുമാർ ദേവസ്വം കമ്മീഷണറുടെ ഒരു PA എന്നതിൽ നിന്ന് പിന്നീട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി വളരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാകുന്ന ഒരു ഉദ്യോഗസ്ഥനുള്ള വളരെ പരിമിതമായ അധികാരപരിധിയുണ്ട്. പക്ഷേ ആ അധികാരപരിധിയിലല്ല സുധീഷ് കുമാർ പ്രവർത്തിച്ചത്. സ്വർണ്ണപ്പാളികൾ തിരുത്തി ചെമ്പുപാളികൾ എന്ന് സുധീഷ് കുമാറിനെ പോലൊരു ഉദ്യോഗസ്ഥൻ എഴുതണമെങ്കിൽ അത് സുധീഷ് കുമാറിൻ്റെ മൊഴിയിൽ നിന്ന് മാത്രമല്ല, മലയാളം അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും, ശബരിമലയെക്കുറിച്ച് അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും കൃത്യമായി അറിയാം. സുധീഷ് കുമാറിന് വേണ്ട നിർദ്ദേശങ്ങൾ ഉന്നതകളിൽ നിന്ന് ലഭിച്ചു. അവിടെ N വാസുവിൻ്റെ ഈ ചെയ്തികൾ നമ്മൾ മറ്റ് പല തലത്തിൽ വേണം വിലയിരുത്താൻ. കാരണം വാസുവിനെ സംബന്ധിച്ച് CPMൻ്റെ ഏറ്റവും അടുത്ത മിത്രമാണ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. CPMും AKG സെൻറ്ററുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ്. കാരണം ശബരിമല യുവതീ പ്രവേശന കാലഘട്ടത്തിൽ നവോത്ഥാനം നടപ്പിലാക്കാൻ പിണറായി നേരിട്ട് ഏൽപ്പിച്ച ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ പത്മകുമാറിനെ നോക്കുകുത്തിയാക്കി. പത്മകുമാർ എന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നത് പത്രവാർത്തകളിലൂടെയാണ്. എല്ലാ കാര്യങ്ങളും നേരിട്ട് ചെയ്തിരുന്നത് ഇതേ N വാസു എന്ന ദേവസ്വം കമ്മീഷണർ. അതിന് പ്രത്യുപകാരവും പിണറായി എന്ന് നൽകി. അപ്പോൾ അങ്ങനെ ശബരിമല പൂർണ്ണമായും N വാസുവിൻ്റെ ഉള്ളം കയ്യിൽ വെച്ചു കൊടുക്കുകയായിരുന്നു ഈ സർക്കാർ ചെയ്തത്. അപ്പോൾ അങ്ങനെ വെറുതെ ഒരു സർക്കാർ N വാസുവിനെ കണ്ണടച്ച് വിശ്വസിക്കുമെന്ന് നമുക്ക് കരുതുക വയ്യ. ഇവിടെയാണ് അന്നത്തെ ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ ആവുന്നത്. മറുവശത്ത് AKG സെൻറ്ററിൽ നിന്ന് കരുനീക്കങ്ങൾ നടത്തിയ പലരുടെയും ഇടപെടലുകളിൽ നമുക്ക് സംശയം തോന്നുന്നത്. ഇതൊരു അയ്യപ്പ വിശ്വാസമുള്ളവർക്ക് അത്ര എളുപ്പം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല ശബരിമലയിൽ നടന്ന ഈ വലിയ കൊള്ള. ഈ സ്വർണ്ണക്കൊള്ള മാത്രമല്ല, അവിടെ നടന്ന കോൺട്രാക്റ്റുകൾ, അവിടെ നടന്ന അനേക തട്ടിപ്പുകൾ, അതൊക്കെ ഇനി പുറത്ത് വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അതൊന്നും പുറത്തേക്ക് വരില്ല. കാരണം ഇതിപ്പോൾ ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് ഈ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്നത്. ഇവിടെ നമുക്ക് അയ്യപ്പ വിശ്വാസികളായ കേരളത്തിലെ വലിയൊരു ഭക്തരുടെ ഒരു മനോവികാരം കൂടി ഇപ്പോൾ കാണേണ്ടിയിരിക്കുന്നു. 2019 കാലഘട്ടത്തിലെ യുവതീ പ്രവേശന സമയത്ത് നെഞ്ചുരുകി പ്രാർത്ഥനയോടെ തെരുവുകളിലേക്ക് ഒഴുകിയെത്തിയ അന്നത്തെ നാമജപ ഘോഷ യാത്രകൾ ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. അന്ന് അവരുടെ തൊണ്ട ഇടറിക്കൊണ്ടവർ ഉച്ചത്തിൽ മുദ്രാവാക്യം പോലെ പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്നു. അന്ന് യുവതീ പ്രവേശനമൊരുക്കി ശബരിമല വിശ്വാസത്തെ കളങ്കപ്പെടുത്തിയവരെ അയ്യപ്പൻ ശിക്ഷിക്കുമെന്ന് ഒട്ടനവധി അയ്യപ്പ ഭക്തർ വിശ്വസിച്ചു, അവർ വിളിച്ചു പറഞ്ഞു. അതിന് തുടർച്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. N വാസു എന്ന ഏറ്റവും വിവാദ ബിന്ദുവായി അന്ന് പ്രവർത്തിച്ച വ്യക്തി ഇപ്പോൾ പാതാളക്കുഴിയിൽ വീഴുന്നു. തൊട്ടു പിന്നാലെ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അടക്കം, മുരാരി ബാബു അടക്കം നിരവധി ഉന്നതർ ഇപ്പോൾ തന്നെ വലിയ പടുകുഴിയിൽ അകപ്പെട്ടിരിക്കുന്നു. ഇന്ന് ദേവസ്വം ബോർഡ് അടിയന്തര യോഗം ചേരുകയാണ്. 2019 അന്ന് അവിടെ ചാർജ് ഉണ്ടായിരുന്ന മുഴുവൻ ഉദ്യോഗസ്ഥർക്കുമെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ബോർഡ് വ്യക്തമാക്കുന്നത്. ബോർഡിനും കാര്യങ്ങൾ വ്യക്തമായി. കാരണം ഈ അന്വേഷണം 2019 കഴിഞ്ഞ് 2025 അധിക സമയം വേണ്ട എന്ന് ബോർഡിന് വ്യക്തമായി. 2024 നടന്ന സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അന്വേഷണ സംഘം അന്വേഷിച്ചെത്തുകയാണ്. അതിനു മുൻപ് എല്ലാവരെയും കൈയൊഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തടിതപ്പുകയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ലക്ഷ്യം. പക്ഷെ അവിടെ കൊണ്ട് അയ്യപ്പൻ ഇതൊക്കെ അവസാനിപ്പിക്കുമെന്ന് നമുക്ക് കരുതുക വയ്യ. കാരണം ഈ നിലയിൽ ഇവിടെ വരെ എത്തിച്ചത് അയ്യപ്പൻ തന്നെയാണ്. കാരണം കേരളത്തിൻ്റെ DGP റാവത ചന്ദ്രശേഖരൻ തന്നെയാണ് ഹൈക്കോടതിയിൽ നേരിട്ടൊരു റിപ്പോർട്ട് നൽകിയത്. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ച് ഇത്തരമൊരു അന്വേഷണം നടത്താമെന്ന്. പിന്നീട് ADGP H. വെങ്കടേഷ് അതിന് നേതൃത്വം നൽകുന്നു. വളരെ ശക്തരായ പോലീസ് ഉദ്യോഗസ്ഥർ ഈ അന്വേഷണ നിയോഗം ഏറ്റെടുക്കുന്നു.
അവരെയൊക്കെ നയിക്കുന്നത് അയ്യപ്പൻ്റെ ഒരു പ്രഭാവലയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രഭാവലയത്തിനുള്ളിൽ ഈ കൊടും ചതിയന്മാർ, ഈ കൊള്ളക്കാർ നിലംപൊത്തുമെന്ന് അയ്യപ്പ വിശ്വാസികൾ പൊതുവെ കരുതുന്നു. അതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും സാറ് പറയുന്നതാണ് ഈ വിശ്വാസം എന്നൊക്കെ പറയുന്നത് പുറമേ നിന്ന് നോക്കുമ്പോൾ ഇതെന്ത് എന്നൊരു തോന്നൽ ചിലപ്പോൾ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഉണ്ടായിരിക്കാം. അയ്യപ്പ വിശ്വാസം, അയ്യപ്പനാണ് ഇത്തരത്തിൽ ചെയ്തത് എന്ന് പറയുമ്പോൾ ഇന്നലെ SITയുടെ ആ ഒരു മൊഴിയെടുപ്പിൽ വാസുവിനെ പോലുള്ള ഒരു വലിയ ശക്തനായ ഒരു സഖാവ്, ചങ്കുറപ്പുള്ള ഇരട്ടച്ചങ്കൻ്റെ ഒരു അടുത്ത അനുയായി തന്നെ പല കാര്യങ്ങളും മാനസിക വിഭ്രാന്തിയിൽ പറഞ്ഞു. ഇപ്പോൾ പറയുന്നതല്ല പിന്നീട് പറയുന്നത് എന്നൊക്കെയുള്ള സൂചനകളാണ് വന്നത്. അവസാനം കുറേ വെള്ളമൊക്കെ കുടിച്ച് അവസാനം പലതും തുറന്നു പറയേണ്ടുന്ന അവസ്ഥയിലേക്ക് ഒരു പക്ഷേ ഈ ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് എത്തിച്ചത്, വാസുവിനെ കൊണ്ടുവന്ന് എത്തിച്ചത് അയ്യപ്പൻ്റെ ഒരു പ്രഭാവലയം തന്നെയാണ്, അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ഒരു ശക്തി തന്നെ ആയിരിക്കാം. പല മൊഴിയെടുപ്പുകളും നമ്മൾ കണ്ടതാണ്. മുരാരി ബാബു ചങ്കുറപ്പോടെ നിന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു നമുക്കറിയാം അത് എവിടെയെല്ലാം കൊള്ള നടത്തിയിട്ട് അദ്ദേഹത്തിനെയൊക്കെ 8 നില വീഴ്ത്തിയിട്ടിരിക്കുകയാണ്. ഒരു പക്ഷേ അതൊക്കെ ഒരു അയ്യപ്പ ശക്തി തന്നെയായിരിക്കാം. ഇത് തീർച്ചയായിട്ടും ഇതൊരു വല്ലാത്ത ഒരു ഘട്ടത്തിലാണ് വാസുവിൽ എത്തി നിൽക്കുന്നത്. ഇനി ഒരു അടുത്ത ഘട്ടം എന്നുള്ളത് ഉത്കണ്ഠയാണ് നമുക്ക് തന്നെ. ഇനി ആരിലേക്ക് എന്നുള്ളത്. ഒരു പക്ഷേ വാസു കഴിഞ്ഞാൽ അടുത്തത് ഇനി മന്ത്രിസഭയിലേക്കാണോ എന്നുള്ളൊരു തോന്നലാണ്. അല്ല, പൊതുവെ ഇതല്ല ഇതിലപ്പുറവും ചാടിക്കടന്നവരാണ് ഈ CPM എന്നൊരു ധാരണ പൊതുവെ CPM നേതാക്കൾ. ഇതോടെ തീർന്നു. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റു ചില വിഷയങ്ങളുണ്ട്. ഈ അന്വേഷണത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഫുൾ ഓൺ റെക്കോർഡാണ്. സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്യുന്ന അന്വേഷണ സംഘം ആ ചോദ്യം ചെയ്യലിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ ഭാഗങ്ങളും നടപടിക്രമങ്ങളും അതിന് ഇടർച്ചയില്ലാത്ത വിധം ചിത്രീകരിക്കണം, റെക്കോർഡ് ചെയ്യണം. കാരണം കോടതിക്ക് മുൻപാകെ അവർക്ക് ഹാജരാക്കേണ്ടതുണ്ട്. അപ്പോൾ സുധീഷ് കുമാർ തുറന്നു പറയുന്ന ഭാഗം അതേപോലെ കോടതിക്ക് മുൻപാകെ അവതരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഈ അന്വേഷണ സംഘത്തിനുണ്ട്. ഇവിടെ രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കില്ല, ആഭ്യന്തര വകുപ്പിൻ്റെ കൈകടത്തലുകൾ നടക്കില്ല, യാതൊരുവിധ ബാഹ്യ ഇടപെടലുകൾക്കും സ്വാധീന ശക്തികൾക്കും ഇവിടെ സ്ഥാനമില്ല. അതാണ് ഈ അന്വേഷണത്തിൻ്റെ ഏറ്റവും മികവും മറ്റൊരു തലവും. സുധീഷ് കുമാറിൻ്റെ മൊഴി നമുക്ക് അസാധ്യമായ ചില കാര്യങ്ങൾ തോന്നുന്നു. സുധീഷ് കുമാറിൻ്റെ വീട് മണ്ണടിയിൽ നിന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് SIT പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു കുറ്റബോധമുണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. പിന്നീട് അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ തുടങ്ങിയ വേള തൊട്ട് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ, അന്വേഷണ സംഘത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ വെച്ച് സുധീഷ് കുമാർ ഒരിക്കൽ പോലും ആ ചോദ്യങ്ങളോടൊരു നിഷേധാത്മക നിലപാട് സ്വീകരിച്ചില്ല. തുടക്കത്തിൽ തന്നെ തനിക്ക് തെറ്റുപറ്റിയെന്ന് സുധീഷ് കുമാർ തുറന്നു പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ താൻ പങ്കാളിയായി എന്ന ബോധ്യം, അയ്യപ്പൻ്റെ ശാപം തൻ്റെ മേൽ വന്ന് പതിക്കുമോ എന്ന ഭയം, ഒരു സാധാരണക്കാരനായാണ് ഇപ്പോഴും സുധീഷ് കുമാർ ആ നാട്ടിൽ ജീവിക്കുന്ന ഒരു സാധാരണ ഇരുനില വീട്, മകൻ ഒരു സ്കൂളിലെ പിയൂണാണ്, വലിയ ആർഭാടമൊന്നുമില്ല, നാട്ടുകാർക്കൊക്കെ ഒരു ലളിത ജീവിതം നയിക്കുന്നവനായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ സുധീഷ് കുമാർ ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ചതൊക്കെ അദ്ദേഹത്തിൻ്റെ മണ്ണടിയിൽ ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കുക വയ്യ. അവിടെയാണ് നമ്മൾ സുധീഷ് കുമാറിൻ്റെ വാക്കുകളിലേക്ക് അടക്കേണ്ടത്. സുധീഷ് കുമാർ പറയുന്നു താൻ ചെയ്തതൊക്കെ മുകളിലുള്ളവർക്ക് വേണ്ടിയാണ്, എല്ലാം മുകളിലുള്ളവർക്ക് അറിയാം. അവർ പറയുന്നത് ശിരസ്സാ വഹിക്കുക മാത്രമാണ് താൻ ചെയ്തത്. സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളാക്കാൻ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി തനിക്ക് കഴിയുമോ? ആ ചോദ്യം വളരെ അർത്ഥവത്താണ്. താൻ കുറിച്ചിടുന്ന ഈ ഫയൽ മുകളിലുള്ള എല്ലാവർക്കും കാണാം. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും കമ്മീഷണർക്കും തിരുവാഭരണം കമ്മീഷണർക്കും ഒക്കെ ഈ റിപ്പോർട്ട് ലഭ്യമാണ്. അവർ ഈ ഫയലിൽ ചെമ്പുപാളി എന്ന് അവരൊക്കെ സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ അവർക്കൊക്കെ ഈ വിവരം അറിയാം. അപ്പോൾ സുധീഷ് കുമാറിൻ്റെ വാക്കുകളിൽ വ്യക്തതയുണ്ട്. ഇതേത് ഹൈക്കോടതിക്ക് മുൻപ് ചെന്നാലും അന്വേഷണ സംഘം കുടുങ്ങും. അതുകൊണ്ട് തന്നെ അവർ വാസുവിലേക്ക് പെട്ടെന്ന് ഓടിയെത്തി. വാസുവിനെ കുടഞ്ഞു ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു നിയോഗമാണ്. കാരണം വാസു അയ്യപ്പ സന്നിധിയിൽ നിന്നുള്ള ഈ സ്വർണ്ണ കൊള്ളയിൽ വീഴുന്ന വിരോധാഭാസമാണ് നമ്മൾ കാണുന്നത്. അന്ന് യുവതി പ്രവേശനത്തിന് വേണ്ടി അതിശക്തമായി വാദിച്ച് സുപ്രീം കോടതിയിലേക്ക് അന്ന് വിമാനത്തിൽ പായുന്ന വാസുവിനെ ഇപ്പോഴും കേരളം ഓർക്കുന്നുണ്ട്. ആ വാസു ഒടുവിലിതാ വിവാദങ്ങളിലല്ല, പെരും കൊള്ളയിലാണ് വീഴുന്നത്. അതേ വാസുവിൽ നിന്ന് ഇനി എത്രത്തോളം ഈ അന്വേഷണത്തിന് മുകളിലേക്ക് പോകാൻ കഴിയും? വാസു എന്തായാലും സ്വയം എല്ലാം ഏറ്റെടുക്കുമെന്ന് നമുക്ക് കരുതുക വയ്യ. കാരണം ഈ അന്വേഷണത്തിലൊരു വലിയ പ്രത്യേകതയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കറ്റു, ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന വിറ്റു, മറ്റു പലർക്കും ഈ ശബരിമല സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി കാഴ്ചവെച്ച് പിരിവെടുത്തു, പലരിൽ നിന്നും വലിയ തട്ടിപ്പുകൾ നടത്തി. പോറ്റിയെ സംരക്ഷിച്ചവരൊക്കെ വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.
അതിന് പിന്നാലെയാണ് മുരാരി ബാബു വീട്. മുരാരി ബാബു നടത്തിയ കൊള്ളയുടെ വളരെ വിശദാംശങ്ങൾ നമ്മൾ പെരുന്നയിലെ അയാളുടെ വീടിന് ചുറ്റുവട്ടത്ത് നിന്ന് പിടിച്ചെടുക്കാൻ കേരളത്തിൻ്റെ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞു. വളരെ ആഡംബര സമൃദ്ധമായ ജീവിതം, NSSനെ പോലും നിയന്ത്രിക്കാൻ സ്വാധീന ശക്തിയുള്ള വ്യക്തി. അവിടെ നിന്ന് സുധീഷ് കുമാറിലെത്തുമ്പോൾ ഒരു സംശയം, ഈ സുധീഷ് കുമാർ ഈ കൊള്ളയടിച്ച തുകയുമായി എന്തായാലും അയാളുടെ ഇടത്തിലേക്ക് മടങ്ങിയിട്ടില്ല. അവിടെയാണ് N. വാസു, അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പർമാർ, അന്നത്തെ ദേവസ്വം ബോർഡിലെ മറ്റു ഉന്നത ഉദ്യോഗസ്ഥർ, ഇതിലപ്പുറം രാഷ്ട്രീയ നേതൃത്വം സംശയനിഴലിലാകുന്നത്. ഇനി ആരെയും സംരക്ഷിക്കുക എളുപ്പമല്ല. കാരണം ഈ ഒരു ഇടപെടലുകൾ, ഈ അന്വേഷണത്തിൻ്റെ നാൾ വഴികൾ, ആ അന്വേഷണത്തിൻ്റെ ഒഴുക്ക്, അത് അയ്യപ്പൻ്റെ ഇടപെടലുണ്ട് അതിലൊക്കെ. പക്ഷെ എന്നാലും നമുക്ക് നേരത്തെയൊക്കെ അറിയാം, CPM-ന്റെ പല ഇടപെടലുകൾ കാരണം പല കേസുകൾ മുങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് നേരെ വന്നിട്ടുള്ള പല കേസുകൾ മുങ്ങുകയാണ് ചെയ്യുന്നത്, ഒന്നും പുറത്തേക്ക് വരുന്നില്ല. അത്തരത്തിൽ ഈ ഒരു അവസാനം, കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത ആഴ്ച പ്രഖ്യാപിക്കാതിരിക്കുകയാണ്. ഒരു 4 മാസം കൂടെ ഒക്കെ കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് എങ്ങനെയെങ്കിലും അടിച്ചമർത്തിയേ പറ്റൂ എന്നുള്ള കൃത്യമായ ധാരണ CPM-നുണ്ട്. ആ അവസാന ഘട്ടത്തിൽ ഒരുപക്ഷെ തകിടം മറിയാൻ സാധ്യതയുണ്ടോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ? അല്ല, ഏത് വളർച്ചയ്ക്കും ഒരു ഒടുക്കമുണ്ട്. ആ വളർച്ച പ്രത്യേകിച്ച് പാപത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ ആ വീഴ്ച ഭയാനകമായിരിക്കും. അപ്പോൾ വളർച്ചയുടെ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുമ്പോഴായിരിക്കും പലപ്പോഴും ആ വീഴ്ച. ആ ഉത്തുംഗ ശൃംഗം ഒരുപക്ഷെ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പാവും. കാരണം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ കോൺഗ്രസ് വളരെ സജീവമായി, UDF വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുമ്പോൾ CPM അക്ഷരാർത്ഥത്തിൽ ഭ്രാന്ത് പിടിച്ചോടുകയാണ്. ശബരിമല വിഷയം, സ്വർണ്ണക്കൊള്ളയിൽ ഓരോ ദിവസവും പുറത്തു വരുന്ന വെളിപ്പെടുത്തലുകൾ, ഇതൊക്കെ എങ്ങനെ പൊട്ടി കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഒഴുകുന്നു എന്ന അന്താളിപ്പിലാണവർ. അയ്യപ്പ സംഗമത്തിലൂടെ കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളുടെ ഒരു വോട്ട് ബാങ്ക് ഉറപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഇടതുപക്ഷത്തിന് കിട്ടിയ ഒരു തിരിച്ചടി തന്നെയല്ലേ ഇത്? അതിൻ്റെ ഒരു ഭയാനകമായ ഒടുക്കത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ കേൾക്കുന്നത് ശബരിമല അയ്യപ്പ സന്നിധാനത്തെ സ്വർണ്ണക്കൊള്ള എന്ന ഒരു നിസ്സാര സംഭവത്തെക്കുറിച്ചല്ല. അവിടെയുള്ള സർവ്വമാന സാധനങ്ങളും കൊള്ളയടിച്ചു. ദ്വാരപാലക ശില്പങ്ങൾ, കട്ടിളപ്പാളി, കട്ടിള, ഇനി അയ്യപ്പ വിഗ്രഹം പോലും ഒറിജിനലാണോ എന്ന് സംശയിക്കുന്ന വലിയൊരു വിഭാഗം കേരളത്തിലുണ്ട്. ശബരിമലയിൽ ഇനിയൊന്നും ബാക്കിയില്ല. പ്രത്യക്ഷത്തിൽ എടുത്തുകൊണ്ടു പോകാൻ പറ്റുന്നതൊക്കെ അവിടെ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അവിടെ കാണിക്കയായി വന്ന എത്ര കോടി രൂപ ഇനി ബാക്കിയുണ്ട്, അതിലെത്ര രൂപ അടിച്ചുകൊണ്ടുപോയി, കാര്യത്തിലൊന്നും വ്യക്തതയില്ല. ഇതൊക്കെ ഒരു ചെറിയ വലിയൊരു കൊള്ളയുടെ ചെറിയ അംശം മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ മറ്റൊരു ഭാഗം കൂടിയുണ്ട്. എത്ര തന്ത്രങ്ങൾ വെട്ടിയും നിരത്തിയും ഒക്കെ കയറി വന്ന പിണറായി വിജയൻ ഇതൊന്നും സഹിക്കാൻ കഴിയില്ല എന്നുള്ളത്. എത്ര ഇനി വെട്ടുമെന്നുള്ളതും നമുക്കറിയില്ല. കാരണം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു സാമ്രാജ്യം അതായത് രണ്ടാം പിണറായി തരംഗം കഴിഞ്ഞു, മൂന്നാമത്തെ തരംഗത്തിന് ആക്കം കൊള്ളുകയാണ് ഒരുപക്ഷെ പിണറായി വിജയൻ. നേടണമെന്നുള്ളൊരു ആവശ്യം, അഹങ്കാരം, ഇതൊക്കെ അദ്ദേഹത്തിന് നിൽക്കുമ്പോഴും ഇത് മൂലം, ശബരിമല വിഷയം കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഒരു സാമ്രാജ്യം തകിടം മറിഞ്ഞു കഴിഞ്ഞാൽ എന്നത്തേക്കും, അദ്ദേഹത്തിൻ്റെ ആയുഷ്കാലത്തേക്കും, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പിണറായി വിജയൻ എന്ന സഖാവിനെ, മുഖ്യമന്ത്രിയൊക്കെ ഓർക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ അയ്യപ്പൻ്റെ ഒരു മുഖം തന്നെയായിരിക്കും, അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ഒരു വിശ്വാസം തന്നെയായിരിക്കും മുന്നിലേക്ക് വരുന്നത്. അത് എത്രമാത്രം സഹിക്കും CPM? എന്തായാലും വാസുവിനും പത്മകുമാറിനും ശേഷം ഒരു പെരുമ്പാമ്പ് കൂടി വീഴാനുണ്ട്. എല്ലാം അമക്കി ഒരു പെരുമ്പാമ്പ് എന്തായാലും പുറത്തേക്ക് വരും. ആ പെരുമ്പാവിലാണ് ഇനി പിണറായി വിജയൻ്റെ പതനവും വിജയവും ഒക്കെ. നന്ദി, നമസ്കാരം.